ഹലോ, രാവിലെ തന്നെ ഒരു കാപ്പി ആയാലോ? ഈ കാപ്പിയൊക്കെ കുടിച്ച് ഇന്നത്തെ നമ്മുടെ പരിപാടി കുറച്ച് ചെടി നടലിൻ്റെ ഭാഗമാവുക എന്നതാണ്. പല വീഡിയോസും സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുമായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളെല്ലാവരും കൂടെ ഈ നടക്കുന്നത് കുറേ മരത്തൈകൾ നടാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഐലൻഡിലുള്ള കൗൺസിലിൻ്റെ തീരുമാനമാണ് ഏകദേശം ഒരു 10-100ഓളം മരത്തൈകൾ ഈ ഐലൻഡ് മൊത്തം വെച്ച് പിടിപ്പിക്കുക എന്നതാണ് ഈ പ്ലാൻ. അതിനായിട്ട് മരത്തൈകളെല്ലാം റെഡിയാണ്. ഇതിനി ഓരോരുത്തരായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിലും അതുപോലെ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നവരും പിന്നെ കൗൺസിലുള്ളവരും കൂടെ ചേർന്ന് ഇത് നടുകയാണ്. അപ്പം ഇതിൻ്റെ ഭാഗമാകാനാണ് ഇന്ന് രാവിലെ ഒരു ഓഫ് ഡേ ആയിട്ടും നമുക്ക് ഡ്യൂട്ടി കിട്ടിയത്. രാവിലെ 7 മണിയായപ്പോഴേ നമ്മുടെ പരിപാടി തുടങ്ങി. അങ്ങനെ 7 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിക്ക് ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്കിന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഇനി അടുത്ത പരിപാടി ഈ ഐലൻഡിൻ്റെ കുറേ ഭാഗങ്ങളിൽ നട്ടിരിക്കുന്ന മരത്തൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറേയും കൂടെ മരത്തൈകൾ നടാനുണ്ട്. അങ്ങനെ നമ്മുടെ ടേൺ ഓവർ എത്തി. അങ്ങനെ നമുക്ക് കിട്ടിയ മരത്തൈനെയും അവരെടുത്ത് വെച്ചിരുന്ന കുഴിയിലേക്ക് നമ്മൾ വെച്ചു. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനെ കവർ ചെയ്ത് കെട്ടി വെച്ചു. അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിൻ്റെ ഇടയിൽ ആണ്ടടെ എത്തി നല്ല ഉഗ്രം കാറ്റ്. ഈ കാറ്റിൻ്റെ പുറകെ എത്തി നല്ല മഴ. ഇങ്ങനെയാണ് ഇവിടുത്തെ മഴ. ചന്നം ഭിന്നം പെയ്യുന്ന മഴ പെട്ടെന്ന് അങ്ങ് എത്തും. ആ മഴ അങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ചിലപ്പം സൂര്യൻ നല്ല പവറോടെ ഉയർത്ത് വരും. പക്ഷേ ഇന്ന് സൂര്യൻ അങ്ങ് എത്തിയിട്ടില്ല. ഒരു മഴക്കാലത്തിലേക്ക് കടന്നിരിക്കുന്നതുകൊണ്ട് ഇനി 2 ദിവസത്തേക്ക് ഇങ്ങനെയായിരിക്കും. മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ കയറി അങ്ങ് നിന്നു. ഇനി മഴ മാറട്ടെ. മഴ മാറുന്നിടം വരെ നമുക്ക് മഴ കണ്ട് ആസ്വദിക്കാം. അങ്ങനെ നല്ല രസമായി പിന്നെ പെയ്തു മാറുന്ന മഴയും കാറ്റിൻ്റെ ശബ്ദവും അതുപോലെ കടലിൻ്റെ ഇരമ്പലും ഒക്കെ ആയിട്ട് സമയം അങ്ങ് പോയി. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി ഈ ചെടികളെ എല്ലാം നട്ടതിന് ശേഷം ഇന്ന് എല്ലാവർക്കും ഒന്നിച്ചാണ് ഇവിടെ ഫുഡ്. കൗൺസിലിൻ്റെ വകയാണ് എല്ലാവർക്കും ഫുഡ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫിഷാണ് മെയിൻ ഐറ്റം. കാരണം മീൻ സമൃദ്ധമായി കിട്ടുന്ന ഒരു ലോകമല്ലേ. അപ്പം ഫിഷ് ബിരിയാണി കിട്ടും, അതുപോലെ ഫിഷ് കൊണ്ട് നൂഡിൽസ് കിട്ടും, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും ഉണ്ടായിരുന്നു. അങ്ങനെ സമയം 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തായിരുന്നു ആക്ടിവിറ്റി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.